ഹായ് ഗൈസ്, വെൽക്കം ടു ന്യൂ ഹോം. നമ്മുടെ കാലിക്കറ്റ് കാർഡിയ റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ ഇവിടെ നടക്കുന്ന ഇവന്റ് പ്ലേസ്മെന്റ് ഫിസ്റ്റ 2025 നമ്മുടെ കാർഡിയയിൽ വ്യത്യസ്തമായുള്ള കാർഡിയയിൽ നിന്ന് പഠിച്ചിട്ട് അല്ലെ നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനി ആയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ എക്സലിൽ സെലക്ട് ആയിട്ടുള്ള കമ്മിങ് ഡേയ്സിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ ഒരു മീറ്റപ്പ്. സോ ആ ഒരു പ്രോഗ്രാം നമ്മുടെ ന്യൂ വെന്യൂ ആണ് അല്ലേ. നമ്മൾ പറഞ്ഞ പോലെ സെയിം പ്രോമിസ്, ബട്ട് ന്യൂ വെന്യൂ ബട്ട് സെയിം പ്രോമിസ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് കുട്ടികളെ ട്രെയിൻ ചെയ്തു, പ്ലേസ് ചെയ്തു, അവർ കരിയറിൽ ചെയ്യുന്നു, അപ്പ് ചെയ്യുന്നു, അവരുടെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ലൈവായിട്ട് കാണുന്നു. സോ നമ്മൾ ഇന്നിപ്പം പറഞ്ഞ പോലെ ഈ ഒരു ഇവന്റ് നടക്കുന്നത് കാലിക്കറ്റ്. യെസ്, അലോൺ വി ക്യാൻ ഡു ലിറ്റിൽ, ടുഗദർ വി ക്യാൻ ഡു സോ മച്ച്. വെൽക്കം ടു കാർഡിയ ഫാമിലി അല്ലേ. കറക്റ്റ് കോട്ടാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരുമിച്ച് തിന്നു കഴിഞ്ഞാലുള്ള സ്ട്രെങ്ത് എന്താണെന്നുള്ളത്. യെസ്, നൗ വി ആർ എ ന്യൂ ഹോം. സോ നമ്മുടെ അല്ലെ ഇന്നത്തെ ഒരു ഇവന്റ് ഇവിടെ നടക്കാൻ പോകുന്ന ഇവന്റ് പ്ലേസ്മെന്റ് ഫിസ്റ്റ. ഞാൻ പറഞ്ഞ പോലെ വ്യത്യസ്തമായ കാർഡിയയിൽ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് എന്താ പറയുക ഇന്റർ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന കമ്മിങ് ഡേയ്സിലാണ്. അപ്പോൾ അവർ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ എന്താ പറയുക ഈ ഒരു സക്സസ് മീറ്റും നമ്മുടെ പുതിയൊരു കാർഡിയയിൽ വെച്ച് നടത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളെ ട്രെയിനിങ്ങിന്റെ തുടക്കകാലം മുതലേ കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് ജോബ് കിട്ടണം, അവർ പെട്ടെന്ന് കരിയർ ആരംഭിക്കണം എന്നുള്ള ആസ്പെക്ട്സിലാണ് നമ്മൾ ഈ ഒരു കോഴ്സിലോട്ടേക്ക് എൻ്റർ ചെയ്ത മുതലേ നമ്മൾ കാണാറ്. ഇന്നിപ്പോൾ ഇവിടെ എത്തുകൂടിയിരിക്കുന്ന ഗാർഡിയൻസും നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒക്കെ ആഗ്രഹിക്കുന്ന ബാംഗ്ലൂർ കമ്പനിയായിട്ടുള്ള എക്സൽ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന പിള്ളേരാണ്. അപ്പോൾ 3 months സ്പെൻഡ് ചെയ്തിട്ട് അവർ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള MNC-ലോട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സക്സസ് മീറ്റും അനുബന്ധിച്ചുള്ള ഫർദർ വെരിഫിക്കേഷൻ പ്രോഗ്രാമൊക്കെയാണ് ഇവിടെ നിന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു അവരുടെ മുഖത്തുള്ള ഒരു ഹാപ്പിനെസ് അത് നമുക്ക് അത്രയും ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒരു പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് MNC-യിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് അത്രയും വളരെ ഫാസ്റ്റായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എന്തുകൊണ്ട് സ്കില്ലും എല്ലാം നമ്മളിൽ ഉണ്ടാവണമെന്നും എന്തുകൊണ്ട് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് കാണണമെന്നും അല്ലെ നമ്മളൊരു എൻട്രി ലെവലിൽ ജോബിലോട്ട് കയറി കഴിഞ്ഞാലും എന്തുകൊണ്ട് നമ്മൾ മുന്നേ കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗ് എടുക്കണമെന്നും അല്ല എല്ലാം ബേസ് ചെയ്ത് നമുക്ക് അവർക്ക് കുറച്ച് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുകയും അതുമായി ബന്ധപ്പെടുത്തിയുള്ളൊരു സെലിബ്രേഷനാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജോബിനാണ്. ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പം അത് നമ്മളെ ഒരു 3 month കോഴ്സിലുള്ള കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്, അന്നും സാധിക്കുന്നുണ്ട്, ഇപ്പോഴും സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ പറഞ്ഞ ഒരു പുതിയൊരു MNC അറ്റ്മോസ്ഫിയറിലേക്ക് കയറാൻ പോവുകയാണ്. അവരിലെന്തായാലും തീർച്ചയായിട്ടും മുന്നോട്ടേക്കും പലതരത്തിലുള്ള സ്കില്ലും ആഡായിട്ട് മുന്നോട്ടേക്ക് അവർ കരിയറും ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് നല്ല ഷാർപ്പൻ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ തീർച്ചയായിട്ടും സാധിക്കും. അത് അങ്ങനെ തന്നെ സാധിക്കണം. അപ്പോൾ അതിനുള്ള കുറച്ച് ഗൈഡൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് അവർക്ക് കൊടുത്തു. അപ്പം നമ്മളെ സമയമെടുത്തല്ലേ നമ്മൾ പറയാറുണ്ട് കുട്ടികൾ നമ്മുടെ അടുത്ത് വളരെ ഷോർട്ട് സ്പാനിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. 3 month നമ്മളെ അടുത്തുള്ളൂ. നമ്മൾ ആ ട്രെയിനിങ് കൊടുത്ത് ഡയറക്റ്റ് എന്താ പറയുക എക്സാം ഒക്കെ എഴുതി അവർ കമ്പനികളിലോട്ടേക്ക് അവർ ഡയറക്റ്റ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിനുശേഷവും കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗ് എടുക്കുന്നതിൻ്റെയും എന്താ പറയുക മുന്നോട്ടേക്ക് ഫോർകാസ്റ്റ് ചെയ്ത് കാണേണ്ടതിൻ്റെയും ആവശ്യകതയാണ് നമ്മളിന്ന് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്തത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു സക്സസ് മീറ്റും എന്താ പറയുക കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പം കരിയർ വളരെ ഫോക്കസ്ഡ് ആയിട്ട് കാണുന്നവർക്ക് സ്റ്റിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി എന്താ പറയുക ഇതൊരു ഓപ്ഷൻ തന്നെയാണ്, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് നമുക്ക് മെഡിക്കൽ കോഡിങ്ങിലൂടെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിനെ കാണുന്നത് അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാവും. ഇപ്പം ഈ ഒരു ഇന്നത്തെ റിസൾട്ടിൽ എന്താ പറയുക ഒരു പ്ലേസ്മെന്റിലോട്ടേക്ക് പോകുന്ന കുട്ടികൾ അവരുടെ മനസ്സിൽ അവരുടെ ഫാമിലിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഒരു ജോബിലേക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും ജോബ് അൺഎംപ്ലോയ്മെന്റ് ഒക്കെ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജോബ് കൊടുക്കാനും അവർക്കൊരു വലിയൊരു നല്ല പാക്കേജിൽ ഇനീഷ്യൽ ലെവലിലേക്ക് ജോലിയിൽ എത്താനും എന്താ പറയുക ആരംഭിക്കാനും കഴിഞ്ഞതിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞതിലും കാർഡിയക്ക് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ വെന്യൂവിൽ വന്ന സമയത്തും നമുക്ക് ആ ഒരു പ്രൗഡ് ഫീൽ ആയിട്ട് അവർക്ക് എന്താ ചെയ്യുക ആ ഒരു സക്സസ് മീറ്റ് കണ്ടക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും കരിയറിൽ അങ്ങനെ തന്നെ എന്ത് ചെയ്യാം നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് വളരെ അപ്ഡേറ്റ് ആയിട്ട് ലേണിംഗ് എടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ.